നിങ്ങൾ നോക്കൂ, എത്രയോ മസ്അലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഭർത്താക്കന്മാർ വീട്ടിൽ കടയിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരുന്ന കോഴിയുടെയും മറ്റും ഇറച്ചികൾ, അതിൽ രക്തമുണ്ട്. ആ രക്തം പരിപൂർണമായി കഴുകിക്കളയണം. നമ്മൾ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രക്തമേത് വെള്ളമേത് എന്നറിയില്ല. മുളകുപൊടി, ചുമന്ന മുളകുപൊടിയിൽ അത് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് രക്തം കട്ടയായിട്ടിരിക്കും, ഇറച്ചിയുടെ ചില ഭാഗങ്ങളിൽ കട്ടയായിട്ടിരിക്കും. ആ രക്തമെല്ലാം വാഷ് ബേസിൽ വെച്ചിട്ട് കൃത്യമായി നമുക്ക് പൈപ്പിൻ്റെ മുമ്പിൽ കുറച്ചു നേരം ഇങ്ങനെ വെച്ച് കൈകൊണ്ട് നല്ലതുപോലെ കഴുകി തടകി ആ രക്തമെല്ലാം വാർന്നു പോയിട്ടേ നാം അത് കറിയാക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അത് നജസ്സാണ്. ആ നജസ്സാണ് നാം കറി വെച്ച് പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കുന്നത്. ഉസ്താദിൻ്റെ ഭക്ഷണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഡേറ്റുകളിൽ ഉസ്താദിന് കൊടുത്തു വിടുന്നത് പാവപ്പെട്ട ഭർത്താവ് ഇതറിയുന്നില്ല, പാവപ്പെട്ട ഉസ്താദുമാർ ഇതറിയുന്നില്ല. ഇന്നടുത്ത ഭക്ഷണമല്ലേ, നല്ല ഉഷാറ് ഭക്ഷണമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ കഴിക്കുമ്പോൾ അതിലെന്താണ് ചേർത്തത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഒരുപാട് മസ്അലകൾ പുരുഷന്മാരെക്കാളും കൂടുതൽ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഭാര്യയ്ക്ക് മസ്അലകൾ പറഞ്ഞു കൊടുക്കണം. ഇസ്മായിൽക്ക, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്താണ് ഭാര്യയ്ക്ക് മസ്അലകൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ഉറങ്ങല്ല പെണ്ണെ നീ മലർന്ന് കിടന്നതായി കണ്ടോ സുന്നത്തായി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളും മലർന്ന് കിടക്കാൻ പാടില്ല. അങ്ങനെ മലർന്ന് കിടന്ന് ഉറങ്ങുന്നത് കണ്ടാൽ അവളുടെ റൂമിലേക്ക് കടന്നു വരുന്നത് ഭർത്താവാണല്ലോ. സാധാരണയിൽ ആ ഭർത്താവിനെ അവളെ വിളിച്ചു നിർത്തിയിട്ട് അങ്ങനെ കിടക്കരുതേ എന്ന് പറഞ്ഞു കൊടുക്കൽ സുന്നത്താണ്. അപ്പോൾ മസ്അലകൾ എത്രയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ. ഇനിയുണ്ട് കേട്ടോ. മത്സ്യം മരിക്കാതതിനെ നീ പൊരിക്കുന്നതും പാടില്ല, അതുപോലാണ് തൊലിയുരിയുന്നതും. അതേ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മത്സ്യമുണ്ടല്ലോ, ആ മത്സ്യം ഒരു പക്ഷേ നല്ല ജീവനുള്ളതായിരിക്കാം. പെടപെടാന്ന് പിടപ്പിച്ചത് കൊണ്ടുവരാൻ പെണ്ണുമുള്ള പറഞ്ഞപ്പോൾ കെട്ടിയോൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ മത്സ്യം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ജീവൻ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ തോലുരിക്കാൻ പാടില്ല. അതിൻ്റെ ജീവൻ നിലനിൽക്കുമ്പോൾ തന്നെ അത് എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കാൻ പാടില്ല. ഇനിയോ അതിൻ്റെ ജീവൻ പോകാതെ അറുക്കുന്നതും ശരിയല്ല, മക്റൂഹെന്ന. അത് വലിയ മീനാണെങ്കിലും ഖദ് സുന്ന. വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ, അതേ അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ, അത് പഠിച്ചു വെക്കൽ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ നമുക്ക് നിർബന്ധമാണ്, അത്യന്താപേക്ഷിതമാണ്. അതറിഞ്ഞില്ല എങ്കിൽ, ഇങ്ങനെയുള്ള മസ്അലകൾ അറിഞ്ഞില്ലെങ്കിൽ, അതേ രക്തം അത് നജസ്സാണ്. അത് കറിയിലാക്കി രക്തം നജസ്സായ കറിയാണ് ഭർത്താവിന് കൊടുക്കുന്നത്. ഭർത്താവിന് മാത്രമല്ല വിരുന്നുകാർക്ക് കൊടുക്കുന്നത്. അതേ, ആർക്കെങ്കിലും കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അത് ഭക്ഷിപ്പിച്ച കുറ്റം നിനക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ 30 പേര് മാത്രം ഇത് പഠിച്ചാൽ പോരാ. ഉസ്താദ് പറഞ്ഞു ഒരാൾ 3 പേരെ കൊണ്ടുവരണം. അപ്പം 30 പേരും 3 പേരെ കൊണ്ടുവരുമ്പോൾ എത്ര പേരാവും? ഇസ്മായിലൊക്കെ കണക്കൂട്ടം അറിയോ? എത്ര പേരാവും? ഒരാൾ 3 പേര്. അപ്പം 30 പേരാകുമ്പോൾ എത്ര ആവും? നടക്കുന്നു പാട്ട് സാറാ കണക്ക് പഠിപ്പിച്ചു. ഇസ്മായിലിക്കാരുടെ പേരാ വെച്ചല്ല ചിരിക്കാൻ. ഇസ്മായിൽ അദ്ദേഹം വിചാരിച്ചത് ചിരിക്കാനാണ്. ദാ കണക്കിന് എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. തങ്കപ്പെട്ട മോനായിട്ട് വളർത്തിയതാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിയാവും. നിങ്ങൾ നല്ല നിലക്ക് നിങ്ങളുടെ കൂട്ടുകാരികളെയും അതുപോലെ തന്നെ ഉമ്മമാരെയും കഴിവിൻ്റെ പരമാവധി എത്തിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കൊണ്ടുവരണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തൽക്കാലം നിർത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത്. പരിശുദ്ധമായ റമളാൻ മാസം
അത് വിട പറയുന്നതിന് മുമ്പേ നമുക്കൊരുപാട് നന്മകൾ ചെയ്തു തീർക്കാനുണ്ട്. മാലോകരുടെ മനോമുഖരത്തിൽ ഈമാനിന്റെ വെള്ളി വെളിച്ചം വീശാൻ വന്ന മാസമാണ് റമളാൻ. പാപഭംഗിലമായ ഹൃദയങ്ങൾക്ക് ആ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് അതിന്റെ ഭാരം ഇറക്കി വെക്കാൻ അല്ലാഹു അനുവദിച്ചു തന്ന മാസമാണ് റമളാൻ. അതുകൊണ്ട് ധാരാളം റഹ്മത്തിനെ ചോദിക്കുക. ഇത് റഹ്മത്തിന്റെ മാസമാണ്. അല്ലാഹുമ്മ റഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങൾ കണ്ടില്ലേ, സ്വഹാബികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഹദീസ് പറഞ്ഞപ്പോഴാണ്, ഏറ്റവും സന്തോഷിച്ചത് ഒരു ഹദീസ് പറഞ്ഞപ്പോഴാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഖാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദീസ് ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്. അല്ലാഹു നന്മകളെ രേഖപ്പെടുത്തി വെക്കും, അല്ലാഹു തിന്മകളെയും രേഖപ്പെടുത്തി വെക്കും. നേരത്തെ ഞാൻ പറഞ്ഞ അത്യാധുനിക സംവിധാനമുള്ള ക്യാമറകളെ പോലെ അതിനേക്കാളും വ്യക്തമായി റഖീബ് അതീദ് പ്രധാനപ്പെട്ട 2 മലക്കുകളാണ്. കാണാതെ പഠിക്കൽ നിർബന്ധമായ 10 മലക്കുകളിൽപ്പെട്ട 2 മലക്കുകളാണ്. നന്മ തിന്മകളെ എഴുതി വെക്കുന്ന മലക്കുകൾ. വേറെയും മലക്കുകളുണ്ട്. അതിൽ ഒന്നാമൻ ജിബ്രീൽ അലൈഹിസ്സലാം. എല്ലാ അംബിയാ മുർസലുകൾക്കും വഹി എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഇടിമിന്നൽ, മഴ തുടങ്ങിയവയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. സൂറെന്ന കാഹളത്തിൽ ഊതിക്കൊണ്ട് ഖിയാമത്തിന്റെ ശബ്ദം കേൾപ്പിക്കുന്ന മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ഖബറിലേക്ക് വെക്കുമ്പോൾ അവിടെ എത്തുന്ന 2 മലക്കുകളുണ്ട്. ഇതാ ജാഅകൽ മലക്കാനിൽ കരീമാനിസ് സാഹിലാൻ ഇസ്മുഹുമാ മുൻകറും വനകീർ അലൈഹിമാ മിനല്ലാഹിസ്സലാം. ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 2 മലക്കുകൾ വരും. അവിടെ നിന്ന് തൽഖീൻ ചൊല്ലിത്തരുകയാണ് ഉസ്താദറുകൾ. പേടിക്കേണ്ട, ഭയപ്പെടേണ്ടതില്ല. ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിസ് സായിലാൻ. 2 മലക്കുകൾ നിന്നെ എഴുന്നേൽപ്പിച്ച് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, നീ വിഷമിക്കണ്ട. വഖുല്ലഹുമാ ബിഖൗലിൻ ഫസീഹ്. വ്യക്തമായ നിലയിൽ ഒരു തടസ്സമില്ലാതെ, വിക്കുകളില്ലാതെ നീ പറഞ്ഞുകൊള്ളുക, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയ്യി വ ഇസ്ലാമു ദീനി വ കഅബത്തു ഖിബ്ലതി. ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞുള്ള ആദ്യത്തെ യാത്രയാണ്. ജനിച്ചു വീണപ്പോൾ മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ്. കെട്ടിച്ചു വിട്ടപ്പോൾ ഭർത്താവിന്റെ സംരക്ഷണമാണ്. പ്രായമേറി വന്നപ്പോൾ പ്രിയപ്പെട്ട മക്കൾ കരുതലോടെ കാത്തുവെച്ച ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്, മക്കളോ കൂട്ടുകാരികളോ ഭർത്താവോ മാതാപിതാക്കളോ ഇല്ലാത്ത ആദ്യത്തെ രാത്രിയിലായി ഖബറിൽ കിടക്കുന്ന ആദ്യത്തെ നിമിഷം ഉസ്താദ് പറഞ്ഞു തരികയാണ്, അല്ലാഹു റബ്ബി. നിന്നെ സ്നേഹിക്കുന്നവർ ഖബറിന്റെ മുകളിലുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്നവർ ഖബറിന്റെ മുകളിലുണ്ട്, നിന്നെ പിരിയാൻ കഴിയാതെ വിഷമിക്കുന്നവർ ഖബറിന്റെ മുകളിൽ തന്നെയുണ്ട്. മലക്കുകൾ ഇപ്പോൾ വന്ന് ചോദിക്കും, മോളെ നീ ആ മലക്കുകളുടെ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയണം. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ചോദിക്കാൻ വരുന്ന 2 മലക്കാണ്. അതേ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 മലക്കുകൾ ഇപ്പോൾ നമ്മുടെ സംസാര വിഷയത്തിലുള്ള 2 പേരാണ്. റഖീബ് അതീദ്. അവർ നന്മ തിന്മകളെ രേഖപ്പെടുത്തി വെക്കും.
ഫമൻ ഹമ്മ ബിഹസനത്തിൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫലം യഅമൽഹാ, എന്നാൽ ആ നന്മ ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരാൾ കടന്നു വരുമ്പോൾ ഒരു 10 രൂപ കൊടുക്കണമെന്ന് വിചാരിച്ച് ആ 10 രൂപയുമായി കാത്തിരുന്നു. അല്ലെങ്കിൽ ഒരാൾക്കൊരു ചായ നല്ലതുപോലെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഒരാൾക്കൊരു അനുഗ്രഹം ചൊരിയണമെന്ന്, എൻ്റെ അയലത്തെ വീട്ടിലെ ആ ഭർത്താവില്ലാത്ത പ്രിയപ്പെട്ട പെണ്ണ് പാവപ്പെട്ടവളാ, യതീമായ 2 മക്കളുണ്ട്, അവർക്കൊരു എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അവർക്കൊരു 10 കിലോ അരി കൊടുക്കണം, അവർക്കൊരു കിറ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഒരു പെണ്ണിങ്ങനെ മനസ്സിൽ നന്മ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു സാഹചര്യത്തിൽ അവൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫലം യഅമൽഹാ, അവൾക്ക് ആ നന്മ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അല്ലാഹു കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അല്ലാഹു ആ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച മനസ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാഹു ഒരു നന്മയെ രേഖപ്പെടുത്തി വെക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിലെ ചിന്ത വരെയും അള്ളാഹുവിന് പ്രതിഫലം നൽകുന്ന. ഉദാഹരണത്തിന് ഒരു 10 രൂപ എടുത്ത് പോക്കറ്റിൽ വെച്ച് പള്ളിയിൽ പോകുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട ഒരു വെള്ളിയാഴ്ച കാണുമെന്ന് വിചാരിച്ച് അയാൾക്ക് കൊടുക്കാം. പക്ഷേ പോക്കറ്റ് കീറിപ്പോയത് അറിഞ്ഞില്ല. അയാളിങ്ങനെ നടന്നിങ്ങനെ വരുമ്പോഴേക്കും പോക്കറ്റിൽ നിന്ന് പൈസ പോയി. സുബ്ഹാനല്ലാഹ്, ജുമാ കഴിഞ്ഞ് ഉസ്താദ് വിളിച്ചു പറഞ്ഞു, ഒരു ക്യാൻസർ രോഗി പുറത്തുണ്ട്, സഹായിക്കണം. അൽഹംദുലില്ലാഹ്, ഒരാൾക്ക് കൊടുക്കാമല്ലോ 10 രൂപ. ഇദ്ദേഹത്തിന് ഒരു 10 രൂപ കൊടുക്കാൻ കഴിവില്ലാത്ത ആളാണ്. എന്നാലും ആ 10 രൂപ കൊടുക്കാൻ വേണ്ടി കരുതി ഇങ്ങനെ കൊണ്ടുവന്ന് പോക്കറ്റ് തപ്പി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ 10 രൂപ കാണുന്നില്ല, നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ പോക്കറ്റ് അടിച്ചു പോയി, എന്തോ ആയിക്കോട്ടെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നോക്കൂ നിങ്ങൾ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ നിന്ന് വന്ന ഒരു നന്മയായ കാര്യമായതുകൊണ്ട് അല്ലാഹു അവിടെ 10 രൂപ കൊടുത്ത നന്മ രേഖപ്പെടുത്തി വെക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, സയ്യിദുനാ ഹബീബുല്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്ക് വലിയ സന്തോഷമുണ്ടായി. സഹോദരിമാര് ശ്രദ്ധിക്കണേ. ഫഇൻ ഹമ്മ ബിഹാ, ഇനി അടുത്ത സെക്ഷൻ പറയുകയാണ്. ഒരു വ്യക്തി, ഒരു മുസ്ലിമായ മുഅ്മിനായ സത്യവിശ്വാസിയായ പെണ്ണ്, അവൾ ഒരു നന്മ ഉദ്ദേശിച്ചു, ഫഅമിലഹാ, എന്നിട്ട് ആ നന്മ ചെയ്യാനും അവൾക്ക് കഴിഞ്ഞു. ആ പാവപ്പെട്ട യതീമായ പെണ്ണിന്റെ വീട്ടിൽ, വിധവയായ വീട്ടിൽ ഒരു റമളാൻ കിറ്റ് കൊണ്ടു കൊടുക്കാൻ ചിന്തിക്കുകയും അങ്ങനെ അവൾ ഒപ്പിച്ച് വെച്ചിരുന്ന 500 1000 രൂപ എടുത്തിട്ട് തൊട്ടടുത്ത പലചരക്ക് കടയിൽ നിന്നൊരു കിറ്റ് വാങ്ങി, അത്യാവശ്യം അരിയും മുളകും മറ്റു സാധനങ്ങളും വാങ്ങിയിട്ടൊരു കിറ്റിനകത്താക്കി ആ പട്ടിണിയുടെ കഥ പറയുന്ന യതീമായ വാപ്പയില്ലാത്ത മക്കളുടെ അടുക്കലേക്ക്, വിധവയായ പെണ്ണിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്ന് കൊടുത്തു. അപ്പോൾ ഒരു നന്മ ഉദ്ദേശിച്ചതിന് പ്രതിഫലം, അത് ചെയ്താലും ഇല്ലെങ്കിലും അതിന് പ്രതിഫലം. ഇനി നന്മ ഉദ്ദേശിച്ച് ചെയ്താലോ, കതബഹല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാത്തിൻ ഇലാ 700 ളഇഫിൻ ഇലാ അദ്ആഫിൻ കസീറാ. ആ ചെയ്തതിന് അല്ലാഹു 10 മുതൽ ഒരുപാട് അങ്ങോട്ട് എണ്ണമറ്റ രീതിയിൽ അല്ലാഹു നന്മ രേഖപ്പെടുത്തി വെക്കും. നേരത്തെ എന്താ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല, അതിന് ഒരു നന്മ, ഒരു കൂലി. ഇനി ഒരു കാര്യം, ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് പൂർത്തിയാക്കാനും ആ വിശ്വാസിക്ക് കഴിഞ്ഞുവെങ്കിൽ അല്ലാഹു ആ ഒരു നന്മയ്ക്ക് ചെയ്യുന്നത് 10 നന്മയുടെ പ്രതിഫലമാണ്. മാത്രമല്ല 10 മുതൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇലാ 700 ളഇഫിൻ ഇലാ അദ്ആഫിൻ കസീറാ, 70 മുതൽ 7000 മുതൽ 70000 വരെ അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ ആ അടിമയ്ക്ക് നന്മ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. സുബ്ഹാനല്ലാഹ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചേ. ഒരു വിശ്വാസിയായ മനുഷ്യൻ, വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ,
ഒരു പെണ്ണ്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഒരു വിശ്വാസി ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എനിക്കിന്നൊരു തിന്മ ചെയ്യണം, അങ്ങനെ ആ മനസ്സിൽ അതിങ്ങനെ താലോലിച്ച് കഴിയുകയാണ്. ഫലം യഅമൽഹാ, പക്ഷേ ഏതോ സാഹചര്യത്തിൽ അത് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ അല്ലാഹു ഒരു നന്മ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നേരത്തെ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു ഒരു നന്മ എഴുതി വെച്ചു. ഇവിടെ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റായി വരേണ്ടത് ഒരു തിന്മ അല്ലാഹു എഴുതി വെക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയാണ് അതിന് പകരം തരുന്നത്. കാരുണ്യക്കടലായ കരുണ ചൊരിയാൻ കാത്തിരിക്കുന്ന റബ്ബാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനായ കരുണാനിധിയായ കാരുണ്യത്തോടെ തൻ്റെ അടിമകളെ പരിപാലിക്കുന്ന അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി കാരുണ്യം ചോദിക്കൂ സഹോദരിമാരെ. ഫഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ, ഇനി ഒരു തെറ്റ് ഉദ്ദേശിക്കുകയും ആ തെറ്റവൾ നിർഭാഗ്യവശാൽ ചെയ്യുകയും ചെയ്താൽ കതബല്ലാഹു ലഹു സയ്യിഅത്തൻ വാഹിദാ, ഒരു നന്മ ചെയ്തപ്പോൾ 10 നന്മയുടെ കൂലി എഴുതി വെച്ച റബ്ബ് അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു തിന്മ ചെയ്തപ്പോൾ 10 തിന്മയുടെ ശിക്ഷ രേഖപ്പെടുത്തി വെക്കുന്നതിന് പകരം ഒറ്റ തിന്മ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒറ്റ കുറ്റം മാത്രമേ അവന്റെ മേൽ ചാർത്തുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ്, നമുക്ക് അല്ലാഹു നൽകുന്ന അവസരങ്ങൾ എത്രയോ വലുതാണ്. നാം ഉറങ്ങിക്കളയാൻ പാടില്ല, നാം വെറുതെ സംസാരിച്ച് കളയാൻ പാടില്ല. ഫോൺ എടുത്തുകൊണ്ട് നമ്മൾ ഒരുപാട് സംസാരിച്ച് സമയം കളയാൻ പാടില്ല. നാം നമ്മുടെ അവസരം ഉപയോഗപ്പെടുത്തുക. വിജ്ഞാനത്തിൻ്റെ വേദി സംഘടിപ്പിക്കുമ്പോൾ അവിടെ എത്താൻ ശ്രമിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക. അതേ നല്ല കാര്യങ്ങൾ നാം ഏർപ്പെടുക. നമ്മൾ ചെയ്തിട്ടെടുത്ത് പറയാൻ പാടില്ല, ഗുണം ചെയ്തിട്ട് എടുത്ത് പറയാൻ പാടില്ല. ഞാനൊരു ഗുണം ചെയ്തിട്ടുണ്ട് നിനക്ക്, അത് നീ ഓർക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും, അന്ന് നിന്നെ സഹായിച്ചത് ഞാനല്ലേ എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നാം ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഓർക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഒരിക്കലും ഓർക്കാൻ പാടില്ലാത്തൊരു കാര്യം, ആർക്കെങ്കിലും നാം നന്മ ചെയ്തതാണ്. അവനെ കാണുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോടാ, നിനക്ക് അന്ന് ആരും ഇല്ലായിരുന്നല്ല, അന്ന് ഞാനല്ലേ സഹായിച്ചത് എന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല. അത് മറച്ചു വെക്കണം. കാരണം എന്തേ? കുഴിച്ചിട്ട വിത്താണല്ലോ അതിന് വേരോടുന്നത്. പുറമേ ഒരു വിത്ത് വെച്ചാൽ അത് വേരോടുകയില്ല, വളരുകയില്ല. മറച്ചു വെച്ച് ചെയ്യുന്ന സദക്കകൾക്കാണ് പ്രതിഫലമുള്ളത്. ചുരുങ്ങിയ പക്ഷം വാങ്ങുന്നവനെങ്കിലും അറിയാറുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന നന്മകൾ. നാം ഒരാൾക്കൊരു സ്വതക്ക കൊടുത്താൽ ആ സ്വതക്ക വാങ്ങുന്നവനെങ്കിലും അത് അറിയാറുണ്ടല്ലോ. എന്നാൽ ചില മഹാന്മാർ, ചില നല്ല വ്യക്തികൾ അങ്ങനെ പരസ്യമായും കൊടുക്കുന്നതോടൊപ്പം ആരും അറിയാത്ത സ്വതക്കകളും ചെയ്യാറുണ്ട്. അന്ധന്മാരായ ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് ദുആയിരക്കാൻ പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. രഹസ്യമായി പൊതികൾ, അതേ ഭക്ഷണ കിറ്റുകൾ, റമളാൻ കിറ്റുകൾ വീട്ടിലെത്തിക്കുന്ന ആളുകളുണ്ട്. സദക്ക നമ്മൾ പരസ്യമായും ചെയ്യണം. അത് മറ്റുള്ളവർ അറിയിക്കാൻ, മറ്റുള്ളവർക്കൊരു പ്രേരണയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയല്ലത്. എന്നാലോ രഹസ്യമായും ചെയ്യേണ്ടതുണ്ട്.
അതുകൊണ്ടാണ് മഹത്തുക്കൾ ഇങ്ങനെ പാടിയത്, ഗുണം ചെയ്ത് നീ പറയാതിരിക്കാരോടും കുഴിച്ചിട്ട വിത്തേ ഭൂമിയിൽ വേരോടും. അതുകൊണ്ട് സഹോദരിമാരെ, നന്മയുടെ പൂക്കാലമാണ്. ആ നന്മയുടെ പൂക്കാലം വരുമ്പോൾ രഹസ്യമായും പരസ്യമായും ഇബാദത്ത് ചെയ്യണം. എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് എല്ലാവരും അറിയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രേരണയാണ്. എന്നാൽ ആരും അറിയാത്ത രീതിയിലും നാം ഇബാദത്ത് ചെയ്യണം. ഏതായിരുന്നാലും നമ്മൾ ഇടയത്താഴം ഉണ്ടാക്കുവാനും ചായയിട്ട് കൊടുക്കാനും ഒക്കെ സുന്നത്തായ ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് 2 റക്അത്ത് അതേ തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും വലിയൊരവസരമാണ് റമളാനിൽ. ആ അവസരം നാം ഉപയോഗപ്പെടുത്തണം. പലപ്പോഴും ഉമ്മമാർക്ക് അത് കിട്ടുകയില്ല. കാരണം സമയമേറെ വൈകി, 1/2 മണിക്കൂറേ ഉള്ളൂ. ഭർത്താവിനെ വിളിച്ചുണർത്തണം. അതേ ഉണരാൻ വൈകുന്ന മക്കളെ കൂടുതൽ സമയം വിളിച്ചുണർത്തണം. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊന്ന് ചൂടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് കാരക്ക എടുത്ത് വെക്കണം, ചായ റെഡിയാക്കണം. അപ്പോഴേക്കും സമയം പോവും. അതുകൊണ്ട് ചടാന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് ഓടുന്നവരുണ്ട്. എന്നാൽ ഒരല്പം സമയം നേരത്തെ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോയാൽ, ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കൂ എന്ന് ഉപദേശിച്ചാൽ ആ ദമ്പതികളുടെ കുടുംബത്തുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരിമാരെ, ഔറത്ത് മറയ്ക്കുന്ന വിഷയമാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു വിഷയം. പലപ്പോഴും തലയിൽ നിന്ന് മുണ്ട് മാറിപ്പോകുന്ന രൂപത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മളിൽ പലരും പർദ്ദ ധരിച്ചാണ് നടക്കുന്നതെങ്കിലും തലയിലെ മുണ്ട് എപ്പോഴും അതിങ്ങനെ ഒലിഞ്ഞ് താഴേക്ക് മാറുന്നത് കാണാൻ കഴിയും. ഇന്ന് ഹിജാബിന്റെ വിഷയത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നൊരു പരാമർശം തന്നെ, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിമീങ്ങൾക്കൊരു അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ. ഇതാണ് കോടതിയുടെ ഒരു വാദം. ഹിജാബ് മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന ആദർശമല്ല എന്ന കോടതി തീരുമാനത്തിലെത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണം എല്ലാ മുസ്ലിം ഉമ്മമാരും അത് ധരിക്കുന്നില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു മുടന്ത ന്യായം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, തലയിൽ മുണ്ടിടാതുങ്കൽ നടന്നാലേ പെരിയോൻ തരം താഴ്ത്തി ഹലാക്കാക്കും അദാബാലേ. തല മൂടാതിരിക്കുന്നത് ഹറാമാണേ, നിങ്ങൾ തനിച്ചു തന്നിരുന്നാലും ശരിയാണേ. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അടക്കം അവിടുത്തെ പ്രിയ പത്നിമാരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വസ്ത്രധാരണ രീതികൾ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്തുള്ള നിയമമല്ല. പിന്നെ ഓരോന്നും അള്ളാഹുവിന്റെ റസൂൽ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം പരിപൂർണമായ ഹിജാബ് അതാ കൽപ്പിക്കപ്പെട്ടു പോയി. ഒരിക്കൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂല് കാത്തിരിക്കുകയാണ്. ജിബ്രീൽ വരാമെന്ന് പറഞ്ഞിട്ട് ജിബ്രീലിനെ കാണുന്നില്ല. എന്താണ് ജിബ്രീലെ വരാത്തത്? അന്തരീക്ഷത്തിൽ അതാ ലാൻഡിങ്ങിനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. എന്താണ് ജിബ്രീലിന്റെ ലാൻഡിങ്ങിന് തടസ്സം? ഏതെങ്കിലും സിഗ്നലിന്റെ കുഴപ്പമാണോ? ഖദീജത്ത് മുടി അല്പം തുറന്നാരേ ജിബ്രീൽ ഖൈറോരിൽ മറഞ്ഞല്ലോ കുഴൽമാരേ. കളിയല്ലിത് ചിരിക്കണ്ട സഖിമാരേ, നിങ്ങൾ കരയൊണ്ടൊരു ദിനമുണ്ടെന്നറിവീരേ.
ഖദീജ ബീവിയുടെ മുടിയാ മുമ്പിലൊന്ന് അല്പം വെളിപ്പെട്ടതിന്റെ പേരിൽ ജിബ്രീൽ എന്ന ആ റഹ്മത്തിന്റെ മാലാക ഏഴാകാശത്തിന് അപ്പുറത്തുനിന്ന് ചിറകിട്ടടിച്ച് ഭൂമിയിൽ പറന്നിറങ്ങാൻ ലാൻഡിങ്ങിന് ഓർഡർ കിട്ടിയില്ല. റഹ്മത്തിന്റെ പത്തിൽ റഹ്മത്തിന്റെ മാലാകമാർ നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ വീട്ടിൽ ഉള്ളിൽ തനിച്ചിരുന്നാൽ തന്നെയും തലയിൽ നിന്ന് അല്പം പോലും തുണി മാറാൻ പാടില്ല. അത് അന്തസ്സിന്റെ അടയാളമാണ്. അത് അന്തസ്സിന്റെ അടയാളമാണ്. ഇവിടെ ഒരുപക്ഷെ പലരും കളിയാക്കിയേക്കാം. ഇവിടെ ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരികൾ ഇപ്പോഴത്തെ ഫാഷന് പറ്റൂല, ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ വസ്ത്രധാരണ, നീ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഇതൊക്കെ പഴഞ്ചനായില്ലയോടി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ഏത് ഫാഷനും കൊണ്ട് 6 അടി മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുന്നതാണ്. ആര് കളിയാക്കിയാലും കളിയാക്കിയവരെ ഉൾപ്പെടെ 6 അടി മണ്ണ് തിന്നുന്നതാണ്. ഇവിടുത്തെ ജീവിതം അല്പമാണ്. ഈ അല്പമായ ജീവിതത്തിൽ നിനക്കെന്ത് ക്ലേശം വന്നാലും അത് സാരമില്ല. നാളെ സ്വർഗം നിനക്കൊരു തറവാടായി ലഭിക്കാൻ പോവുകയാണ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസ്വാബിറൂ വറാബിതൂ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്പം ക്ഷമിച്ചുകൊള്ളുക, ക്ഷമയിൽ മുൻകടന്നുകൊള്ളുക. ക്ഷമിക്കാൻ 2 തരത്തിലാണ് അല്ലാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കൂ. വസ്വാബിറൂ, നിങ്ങൾ ക്ഷമയിൽ മുൻകടക്കൂ. ഇസ്ബിറൂ എന്ന് മാത്രമെന്ന് പറഞ്ഞു പോവുകയല്ല, വസ്വാബിറൂ എന്ന അടുത്ത പദം തന്നെ ക്ഷമയെന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ, അവർ അടിച്ചു പൊളിച്ച് ഈ ലോകമെന്ന് സ്വർഗമാക്കി ജീവിക്കുന്ന സ്ത്രീകൾ, ഒരുപക്ഷെ നിങ്ങളുടെ FB-യിലോ നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളിലോ അവരൊക്കെ നിന്നെ ഉപദേശിച്ചാലും ഇസ്ബിറൂ വസ്വാബിറൂ വറാബിതൂ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി പരസ്പരം റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ സംഘടിക്കുകയും ചെയ്യണമെന്ന് സൂറത്തു ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ ക്ഷണിച്ചാൽ, ഇവിടെ നാം ക്ഷമിച്ചാൽ നമുക്ക് കാത്തിരിക്കുന്നത് മനോഹരമായ സ്വർഗമാണ്. കിളയ്ക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു കാര്യം നീ ചെയ്യേണ്ട, നീ അധ്വാനിക്കാൻ പോകണ്ട, നീ വിയർക്കേണ്ടതില്ല. നീ വിചാരിക്കുന്നത് നിന്റെ മുന്നിലേക്ക് വരുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, വീട്ടിൽ തന്നെ നാം ഐക്യത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അമ്മാവി അമ്മയെ ശത്രുവായി കാണരുത്, മരുമകളെ ശത്രുവായി കാണരുത്. എൻ്റെ മകൻ മരിച്ചാലെങ്കിലും എൻ്റെ മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന് പഴമക്കാരോ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം അബൂദാബിയിൽ ഒരു കുടുംബത്തിന്റെ കഥ പുറത്തു വന്നത്. എത്ര മ്ലേച്ഛമായ കഥയാണ്, എത്ര അപഹാസ്യമായ സംഭവമാണ്. അമ്മാവി അമ്മയെ അടിച്ചുകൊന്ന മരുമോളുടെ കഥയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ.
കാമുകനെ സ്വീകരിക്കാൻ ഭർത്താവിനെ കൊന്നുകളയുന്ന കാമിനിമാരുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം, വളരെയേറെ ഗൗരവത്തിൽ ജീവിക്കണം, വളരെയേറെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹലീമ ബിബി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിന്റെ നിലവാരം തന്നെ മാറിപ്പോയില്ലേ? അതുകൊണ്ട് നമുക്ക് ബന്ധപ്പെടാനുള്ളത്, നമുക്ക് പരാതി പറയാനുള്ളത്, നമ്മുടെ ചുണ്ടുകൾ ചലിക്കാനുള്ളത് മദീനയിലെ രാജാവ്, മക്കയുടെ ജേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് നാം ദുആ ഇറക്കണം. ഹലീമ ബിബി റളിയല്ലാഹു അൻഹ വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതം. അതാ മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിൽ മക്കയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. വാടകയ്ക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമോ മുല കൊടുക്കാൻ? നല്ല ആരോഗ്യ ദൃഢരാത്രരായ പെണ്ണുങ്ങൾ നല്ല ഒട്ടകത്തിൽ കൂടിയ കാശിന് മക്കയിൽ ചെന്ന് ഒരുപാട് പണക്കാരുടെ മക്കളെ ദത്തെടുത്തു. ഹലീമ ബീബിക്ക് ആരെയും കിട്ടിയില്ല. മുത്തുനബിയെ കൊണ്ടുപോകാൻ ആരും വന്നില്ല. യതീമായ മുഹമ്മദ് നബിയെ ഏറ്റെടുക്കാൻ ആരും വന്നില്ല. അവസാനം വന്ന ഹലീമ ബീബി ഏറ്റെടുക്കുകയാണ്. കുട്ടിയെ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് വേച്ച് വന്ന ഒട്ടകം, ഇതുവരെ മറ്റൊട്ടകങ്ങളെക്കാൾ പിന്നിൽ വന്ന ഒട്ടകം, മുത്തുനബിയുടെ സ്പർശനം കിട്ടിയപ്പോൾ നല്ല ഉഷാറോടെ നടക്കുകയാണ്. നേരത്തെ പിറകിലായി പോയ ഒട്ടകം ഏറ്റവും മുന്നിലാണ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ ഏറ്റെടുത്തിരിക്കുന്നത് ലോകത്തിന്റെ നേതാവിനെയാണ്. ഹലീമ ബീബിക്കറിയില്ല ഞാൻ വളർത്തുന്നത് ഒരു പ്രവാചകനെയാണെന്നറിയില്ല. എന്നിട്ട് പോലും അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞില്ലയോ? എന്നിട്ട് പോലും അവരുടെ ജീവിതത്തെ അള്ളാഹു മാറ്റിയില്ലയോ? പിൽക്കാലത്ത് പ്രവാചകലെത്തിക്ക് ശേഷം പിന്നെ അതാ അള്ളാന്റെ റസൂലിനെ കാണാൻ ഹലീമ ബീബി വന്നപ്പോ അള്ളാന്റെ റസൂൽ അവിടുത്തെ പച്ച ഷാലെടുത്തിട്ട് വിരിച്ചിട്ട് അതിൽ ഇരുത്തിയിട്ട് സമ്മാനങ്ങൾ കൊടുത്ത് ആ ഉമ്മയെ സന്തോഷിപ്പിച്ചില്ലയോ? നിങ്ങൾ കണ്ടില്ലേ നരകത്തിലെ കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്നത് ആർക്കാണ്? അബൂജഹൽ, അബൂലഹബിനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് ജനിച്ചതെന്നറിഞ്ഞപ്പോ, തന്റെ സഹോദരന് ഒരു ആൺകുഞ്ഞ് ജനിച്ചെന്നറിഞ്ഞപ്പോ അഭിമാനം കൊണ്ട് ആ വാർത്ത അറിയിച്ച പെണ്ണിനെ മോചിപ്പിച്ച കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നവൻ ഒരു അവിശ്വാസിയാണ്. എങ്കിൽ ഒരു വിശ്വാസിയായ എനിക്കും നിങ്ങൾക്കും അള്ളാന്റെ റസൂലിനെ മനസ്സിലങ്ങ് വരിച്ചാൽ, ചുണ്ടിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ ദാരിദ്ര്യം മാറുകയാണ്. ഹലീമ ബീബിയുടെ ചരിത്രം വളരെ മഹത്തമാണ്. അവരുടെ ജീവിതത്തിന്റെ സെറ്റപ്പ് മാറിപ്പോയി, അവരുടെ ജീവിതത്തിന്റെ ഗെറ്റപ്പ് മാറിപ്പോയി. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് മറ്റൊരു മകനും ഉണ്ടായിരുന്നു, പേര് റംറത്ത് റളിയല്ലാഹു അൻഹു. അതാ സ്വന്തം മകനെക്കാളും സ്നേഹിച്ചു. നബിതങ്ങൾക്ക് വലതു ഭാഗത്തെ മുലയിൽ നിന്ന് പാല് കൊടുത്തു. ഇടതു ഭാഗത്തേക്ക് മാറ്റിവെക്കുമ്പോ റസൂലുള്ള നീതിമാനാണ്, നീതിബോധമുള്ള ഹബീബ് ചെറുപ്പത്തിൽ തന്നെ നീതി കാണിക്കുകയാണ്. ഇടത്തെ മുലയിൽ നിന്ന് പാല് കുടിച്ചില്ല. കോനവൻ തൻ തിരുദൂതരാം നബി മുത്ത് റസൂലവരെ ഹലീമ കൗതുകത്തൊട്ടിയിലേക്ക് ഇടത്തിക്കൊണ്ടാരോ ബിബി ഹലീമ യമീന് മുലയിലെ പാല് കൊടുത്തവരാം നബിക്ക് ഐസർ മുലയതിലെ നബി അബ ആരിരാരോ
ഹബീബായ തങ്ങൾ പറയുക, തങ്ങളുടെ ആ സമീപനം തൻ്റെ മകനായ ലംറത്തിന് കൊടുക്കാനുള്ള പാല് ഇടതുവശത്ത് കരുതി വെച്ചുകൊണ്ട് താനതാ വലതുഭാഗത്തെ പാല് കുടിച്ച് നീതിബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണം കാണിച്ചു തന്ന ഹബീബായ തങ്ങളെ വളർത്തിയതിൻ്റെ പേരിൽ ഹലീമ ബീവിക്ക് സാമ്പത്തികമായും അതേപോലെ തന്നെ ശാരീരികമായും ഒക്കെ ഉന്നതി എത്തിയിട്ടുണ്ടെങ്കിൽ, ദാരിദ്ര്യം ആരെയെങ്കിലും വിഷമിപ്പിക്കുന്നെങ്കിൽ, മാനസികമായ ആത്മീയതയില്ലാതെ ആരെങ്കിലും വരണ്ട ഭൂമി പോലെ ആകുന്നുണ്ടെങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ മീസാൻ ഖഫീഫത്താനി അലൽ ലിസാൻ ഥഖീലത്താനി ഫിൽ മീസാൻ, നാവുകൾക്ക് ലഘുവായ മീസാൻ എന്ന ത്രാസിൽ ഭാരം വർദ്ധിക്കുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, അതൊക്കെ ചൊല്ലി റഹ്മത്ത് ചോദിച്ചുകൊണ്ട് ഈ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 സജീവമാക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ പാവപ്പെട്ടവരെയും ഉൾപ്പെടുത്തി ഈ മഹല്ലിൻ്റെ, ഈ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ സർവോന്നത ഉന്നതത്തിന് വേണ്ടി നിങ്ങളൊക്കെയും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പുനരുദ്ധാരണ സംഭവങ്ങൾ, പരിപാടികൾ, അതിൻ്റെ നിർമ്മിതികൾ, പെയിൻ്റടികൾ, അല്ലാ എത്ര കാശാണ് അതാ വിദേശത്ത് നിന്ന് നമുക്ക് അയച്ചു തരുന്ന സഹോദരങ്ങളുണ്ട്, സ്വദേശത്തുള്ളവരുണ്ട്, അത് സംഘടിപ്പിച്ച് കൊടുക്കുന്നവരുണ്ട്, അതെല്ലാം തർത്തീബ് ചെയ്യുന്ന ഭാരവാഹികളുണ്ട്, അതിൻ്റെ പേരിൽ ഉറക്കമൊഴിക്കുന്നവരുണ്ട്, അതിൻ്റെ പേരിൽ നോമ്പായിട്ട് പോലും കടുത്ത വെയിൽ കൊണ്ട് പെയിൻ്റ് അടിക്കുന്ന തൊഴിലാളികളുണ്ട്, നമ്മുടെ പള്ളിയിൽ വരുന്ന മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഉസ്താദുണ്ട്, നമ്മുടെ ഹമീദ് ഫൈസി 4 കൊല്ലമായി ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്, 5 നേരം വാങ്ക് വിളിച്ചുകൊണ്ട് ഈ സമുദായത്തെ ഉണർത്തുന്ന മുഅദ്ദിൻ ഉസ്താദുണ്ട്, മദ്രസയിൽ ക്ലാസ് എടുത്തവരുണ്ട്, നേരത്തെ സേവനം ചെയ്തവരുണ്ട്, അങ്ങനെ എത്രയെത്രയോ ആളുകൾ, എത്രയെത്രയോ കാരണവന്മാർ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖത്തിൻ്റെ എല്ലാം അധ്വാനത്തിൻ്റെ ഫലം അതനുഭവിച്ച എത്രയെത്രയോ കാരണവന്മാർ ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കൊക്കെയും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി, അടുത്ത ഞായറാഴ്ച കൃത്യം 9:30-10 മണിക്ക് തന്നെ ക്ലാസ് ആരംഭിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു യാ റബ്ബനാ ലക്കൽ ഹംദു വലക്കസ് ശുക്രു ഹത്താ തർളാ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ യജമാനനായ കൃപയുള്ള നാഥ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ഈ കൊല്ലത്തെ റമളാനിൽ ഇപ്പോൾ അതാ ലൈവായി ഓടിക്കൊണ്ടിരിക്കുന്ന റമളാൻ 8 നോമ്പ് കഴിയുകയാണ്. ഇപ്രാവശ്യത്തെ ആ മോചനത്തിന്റെ പട്ടികയിലെങ്കിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ രാവിലും നിനക്ക് ഓരോ അടിമകളെയും മോചിപ്പിക്കാനുണ്ടല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അടിമകളെ നിന്റെ ഇഷ്ടപ്രകാരം നീ മോചിപ്പിക്കുമല്ലോ. നരകത്തിൽ നിന്നുള്ള മോചന ലിസ്റ്റിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. ഞങ്ങളുടെ ഈമാൻ കുറവുള്ളവരാണ്, വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. ഞങ്ങളുടെ ഉമ്മമാര് പലരും മരിച്ചുപോയി, നമ്മുടെ വാപ്പമാര് പലരും മരിച്ചുപോയി. ആ കാണുന്ന ഖബർ
ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമത്തിലാ. അനുജത്തി മരിച്ചവരുണ്ട്, ജ്യേഷ്ഠത്തി മരിച്ചവരുണ്ട്, പ്രിയതമൻ മരിച്ചവരുണ്ട്, ഭാര്യ മരിച്ചവരുണ്ട്, ഉസ്താദ് മരിച്ചവരുണ്ട്. സയ്യിദന്മാരുടെ ഖബർ പോലും നമ്മുടെ ഖബർസ്ഥാനിലുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. اللهم إن لكل ليلة من شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار. നീ നിർഭയത്വം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, കാരണവന്മാർ, ഉസ്താദുമാർ, സ്നേഹപാടികൾ എല്ലാവർക്കും നീ ദീർഘായുസ് ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ കരളിന്റെ കഷ്ണങ്ങളായ മക്കൾ ഒരു പിശാചിന്റെ ചതിയിലും പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ ഞങ്ങളൊന്ന് വളർത്തുന്ന മക്കൾ, അല്ലാഹുവേ, മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്, മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെ ദുരന്താവസ്ഥ അനുഭവിച്ചവരുണ്ട്. നീ അത്തരം പരീക്ഷണങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, അത്യാധുനികതയുടെ പളപളപ്പിൽ പെട്ടുപോയി ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ യുവാക്കളും അതാണ് ലോകം, അതാണ് ജീവിതം എന്നൊക്കെ ധരിച്ചിട്ട് എത്രയോ അരുതായ്മയിലൂടെ കടന്നു പോകുന്നു. റബ്ബേ, ഈ തുച്ഛമായ ജീവിതം അല്ലാഹുവേ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ദിശാബോധം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ മക്കളെയും ആലിമീങ്ങളും മഹാഫിലീങ്ങളും ദീനിന്റെ സേവകരുമാക്കണേ റഹ്മാനേ. കഷ്ടപ്പെട്ട് അല്ലാഹുവിന്റെ റസൂല് അതാ സംവിധാനിച്ച ഈ പരിശുദ്ധ ദീൻ, അതിൻ്റെ ഖാദിമീങ്ങളായി ഞങ്ങൾ പ്രസവിച്ച മക്കളിൽ ഒരാളെങ്കിലും സംഭാവന ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഒരുപാട് ഉമ്മമാര് കൈവയ്യാത്ത, കാലുവയ്യാത്ത, നടുവയ്യാത്ത പ്രയാസം കൊണ്ട് നടന്ന് ഈ ക്ലാസ്സിൽ വന്നവരുണ്ട്. അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. ധാരാളം ആളുകളെ പങ്കെടുപ്പിച്ച് ഇനിയുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ.